മുഅ്മിനീങ്ങളെ, അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കുന്നതായി കാണാം. അതിപ്രകാരമാണ്: ലി അന്നൽ ഗൈസ ലാ യഖിറു ഇല്ലാ അലൽ അർളിൽ മുൻഖഫിള ലാ ഫൗഖ റൂസിൽ ജിബാൽ ഫകദാലിക ഖുലൂബുൽ മുതകബ്ബിരീന തൻതഖിലു അൻഹ الرحمة وتنزل إلى قلوب المتواضعين والمراد بالمتكبرين من يرد الحق لا من يكون صوبه حسنا بل قد يكون في من لا يملك عشاء ليلة. രാത്രിയുടെ ഭക്ഷണം ഡിന്നർ കഴിക്കാനില്ലാത്തവനിൽ പോലും അഹങ്കാരമെന്ന മഹാവിപത്ത് ഉണ്ടാകുമെന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതൊരിക്കലും ഒരു ഭരണാധികാരിക്കോ ദുനിയാവ് ധാരാളമായി ലഭിച്ച പണക്കാരനോ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല എന്നും, നന്നേ ഒന്നും ദുനിയാവിൽ ലഭിക്കാത്തവന് പോലും ഈ അഹങ്കാരമെന്ന വിപത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകമായ ഉദാഹരണം ഇപ്രകാരമാണ്: മഴ എന്നുള്ളത്, റബ്ബിന്റെ വലിയ അനുഗ്രഹമാകുന്ന ഈ മഴ ഒരിക്കലും തന്നെ പർവ്വത ശിഖിരങ്ങളിൽ, പർവ്വതത്തിന്റെ ഉച്ചിയിൽ അത് നിലകൊള്ളില്ല. അതെപ്പോഴും നിലകൊള്ളുന്നത് മുൻഹഫിലത്തി, താഴ്ന്ന സ്ഥലങ്ങളിലാണ് എപ്പോഴും മഴ എല്ലാ സമയത്തും വെള്ളത്തെ അത് ഉൾക്കൊള്ളുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ. അതുപോലെ മനുഷ്യന്റെ ഖൽബുകൾ മറ്റുള്ളവരെ ഇഹ്തിഖാർ, നിസ്സാരമായി കാണുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ അവന് റബ്ബിന്റെ അടുക്കൽ ഒരു വിലയുമില്ലെന്നും, അതേസമയം ഞാൻ ഏറ്റവും മോശക്കാരനാണെന്നും മറ്റുള്ളവരെല്ലാം എന്നെക്കാളും നല്ലവരുമാണെന്നുള്ള ആ താഴ്ന്ന ചിന്ത ഉണ്ടോ, നിന്നിൽ റബ്ബിന്റെ റഹ്മത്താകുന്ന മഴ എപ്പോഴും സദാ വസിക്കുമെന്ന് മഹാനാകുന്ന അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു താജുൽ അറൂസിലൂടെ നമ്മോട് ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയകമായ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എത്ര അമലുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല, എത്ര അറിവുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. ഖൽബിൽ ഒരണുമണി തൂക്കം കിബർ നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് നാശം തന്നെയാണ് മുഅ്മിനീങ്ങളെ എന്ന് പ്രത്യേകം എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നാഥൻ നല്ലവരായ വിനയാനിതരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.